തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ പ്രാഥമികമായി കേൾക്കേണ്ടത് ഇന്റേണൽ കമ്മിറ്റിയാണെന്നും ഇത് നിർബന്ധമായും രൂപീകരിക്കണമെന്നും കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ പറഞ്ഞു. തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിൽ പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപികയെ PTA അംഗവും സ്കൂളിലെ അധ്യാപകനും ചേർന്ന് അധിക്ഷേപിച്ചെന്ന പരാതി പരിഗണിച്ചപ്പോൾ ഈ സ്കൂളിൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അർഹമായ പരിരക്ഷ ലഭ്യമാക്കുന്നതിന് പോഷ് ആക്ട് അനുസരിച്ചുള്ള ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ച് പരാതി കേട്ട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി. വനിതാ കമ്മീഷൻ നിരന്തരം സെമിനാറും ശില്പശാലയും നടത്തി ബോധവൽക്കരണം നൽകുന്നുണ്ടെങ്കിലും സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റി കൃത്യമായി രൂപീകരിക്കുന്നില്ല. ഇത്തരം പരാതികൾക്ക് ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് അടിസ്ഥാനം. ഇവ സമയബന്ധിതമായി രൂപീകരിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 50,000 രൂപ വരെ പിഴ ചുമത്താനാകുമെന്നും കമ്മീഷൻ അംഗം വ്യക്തമാക്കി. വയോജനങ്ങളെ സംരക്ഷിക്കാത്ത മക്കളുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. സ്വത്ത് തട്ടിയെടുക്കൽ, അനുഭവ അവകാശം മറച്ചുവെച്ച് സ്വത്ത് കൈമാറ്റം ചെയ്യൽ, വീട്ടിൽ നിന്നും ഇറക്കിവിടൽ തുടങ്ങിയ പരാതികൾ കമ്മീഷന് ലഭിക്കുന്നുണ്ട്. RDO ചുമതല വഹിക്കുന്ന മെയിൻ്റനൻസ് ട്രിബ്യൂണലാണ് ഈ പരാതികൾ തീർപ്പാക്കേണ്ടത്. അധികൃതർ ഇത്തരം പ്രശ്നങ്ങളിൽ കരുതലോടെ ഇടപെടൽ നടത്തണം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് പ്രധാന കാരണം മദ്യത്തിൻ്റെയും ലഹരിയുടെയും അമിത ഉപയോഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സ്ഥിരമായി ലഭിക്കാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യം ഇല്ലാതാക്കുന്നതിന് ഗൃഹനാഥന്മാർ കൂടുതൽ ശ്രദ്ധിക്കണം. വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ വിവാഹപൂർവ്വ കൗൺസിലിംഗിൽ പങ്കെടുക്കണമെന്നും ചുമതലകൾ പങ്കുവയ്ക്കേണ്ട പ്രാധാന്യം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്നും കമ്മീഷൻ അംഗം ഓർമ്മിപ്പിച്ചു. വയോജനങ്ങളെ സംരക്ഷിക്കാത്ത നിലപാട്, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നം, ദമ്പതികൾക്കിടയിലെ തർക്കങ്ങൾ, തൊഴിലിടങ്ങളിലെ അധിക്ഷേപം തുടങ്ങിയ പരാതികളാണ് പ്രധാനമായും അദാലത്തിൽ എത്തിയത്. ആകെ 17 പരാതികൾ തീർപ്പാക്കി. 5 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. ശേഷിക്കുന്ന 45 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. ആകെ 67 പരാതികളാണ് പരിഗണിച്ചത്. പാനൽ അഭിഭാഷകരായ ബിന്ദു രഘുനാഥൻ, സജിത അനിൽ, ഫാമിലി കൗൺസിലർ മായ രമണൻ, വനിതാ സെൽ CI LC എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി.